ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയ ദയക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എഫേസ്യർക്ക് എന്ന ലേഖനം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ദൈവകൃപയാൽ നമുക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ വളരെ അനുഗ്രഹമായ നിലയിൽ പല ദൈവഭക്തന്മാർ അതിൽ ഷെയർ ചെയ്യുകയും അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയായിട്ട് തീരുകയും ചെയ്തു. എനിക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഇത് ഞാനങ്ങനെ പറയുന്നില്ല, എന്നാൽ തന്നെ ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്യാനും അത് ഒരു ചെറിയ ഇതാക്കി അത് ഇടുക എന്നുള്ളത് മാത്രം. ആ മുഴുവൻ ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ട് എന്നെക്കുറിച്ച് ഞാനും ആഗ്രഹിക്കുന്നില്ല, ഒരുപക്ഷെ മറ്റു പലരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ എന്നെ തുടർന്ന് സംസാരിക്കുന്ന ദൈവദാസന്മാർ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് സംസാരിക്കും എന്ന് ഞാൻ ക്രിസ്തുവിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യം, ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭാര്യയ്ക്ക് ഭർത്താവ് തലയായിരിക്കും. നമ്മുടെ ഒരു പെന്തക്കോസ്ത് എക്സ്പോസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഭാഗത്തു നിന്നല്ല പലരും പറയുന്നതെന്നുള്ളൊരു ദുഃഖകരമായ സത്യം പലപ്പോഴും അവിടെ ബാക്കി നിൽക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം നിയമസഭയിലൊരു ഇത് പറഞ്ഞതുപോലെയാണ്. മന്ത്രിയോട് പശുവിനെ പറ്റി ചോദിച്ചാൽ മന്ത്രി എന്ത് ചോദിച്ചാൽ പശുവിനെ കൊണ്ടുപോയി തെങ്ങെ കെട്ടും. തെങ്ങെ കെട്ടിയതിന് ശേഷം തെങ്ങിനെ പറ്റി പറയുമെന്ന് ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് ഞാൻ ചിരിച്ചു പോയി കുറേ നേരം. ഞാനടക്കം പറയുക, നമ്മുടെ പല എക്സ്പോസിഷൻസ് കേട്ട് കഴിഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നത് തന്നിരിക്കുന്നതുമായ വേദഭാഗത്ത് നല്ല പലപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മളെവിടെയെങ്കിലും മരത്തേലോ അതുകൊണ്ട് കെട്ടിയേച്ച് അതിനെപ്പറ്റി സാധാരണ പറയുന്ന ഒരു ഇതാണ്. കാരണം നമ്മുടെ കയ്യിൽ ഏറ്റവും വശമുള്ള ഒരു പ്രസംഗം ഒരുപക്ഷെ കാണും, അതിലേക്ക് കൊണ്ടുപോയി അതിനെ കണക്ട് ചെയ്ത് അതങ്ങ് പ്രസംഗിച്ച് തീർക്കുക എന്നുള്ളൊരു ശൈലിയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മൾ അവലംബിക്കുന്നത് എന്നുള്ളൊരു സത്യം വളരെ ദുഃഖത്തോടുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ കഴിവതും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ള കാര്യങ്ങളെപ്പറ്റി പങ്കുവെക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്കും അതൊരു പ്രയോജനമായിട്ട് തീരും എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ഈ കടമയിലേക്ക് ഞാൻ പ്രവേശിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം തുടങ്ങുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് അവിടെ പറയുക. നമുക്കറിയാമല്ലോ, ഈ നമ്മൾ സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളത് നാളെ മുതൽ ചിന്തിക്കാനായിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു 1-2 ദിവസം നമുക്കത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പല കാര്യങ്ങൾ ആ സ്പിരിച്വൽ വാർഫെയർ എന്നുള്ള കാര്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ആദ്യം മുതലേ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഈ സ്നേഹത്തിൽ വേരൂന്നി എന്ന് പറഞ്ഞതുപോലെ തന്നെ വെറുപ്പിലും വിദ്വേഷത്തിലും ഒക്കെ വേരൂന്നാൻ പറ്റും പല നിലകളിൽ. അപ്പോൾ ആ നിലയിലായിത്തീരാതെ ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഐക്യപ്പെടുത്തിയ തൻ്റെ ശരീരമാകുന്ന സഭയിൽ ആ യൂണിറ്റി ഉണ്ടാകാൻ തക്കവണ്ണം നമ്മളെ കർത്താവ് വിശുദ്ധരാക്കി തീർത്തത് കൊണ്ട് നാം വിശുദ്ധിയിൽ നടപ്പീൻ. ഇന്നലെ ഞാൻ ജോഷപ്പാസ് അത് വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ പിശാച് എവിടെയാ പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. മാത്രമല്ല, നമ്മൾക്കിന്ന് കാണാവുന്നത് പോലെ അതെവിടെയോ വായുവിലോ എൻ്റെ റൂമിൻ്റെ മൂലയ്ക്കോ എവിടെയൊക്കെയോ ഒളിഞ്ഞിരുന്ന് എന്നെ ഇങ്ങനെ എൻ്റെ നേരെ വില്ലിന്മേൽ കൊലച്ചു വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അവബോധത്തെക്കാളും കൂടുതൽ പിശാചിനെക്കുറിച്ച് പേടിക്കുകയും അവൻ്റെ ചില കാര്യങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ നിറയുകയും ചെയ്യുന്ന ചില ഒരു അവസ്ഥയും കൂട്ടുണ്ട്. എന്നാൽ നമുക്ക് നിശ്ചയമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കാം, ഈ ലോകത്തിലുള്ളവനേക്കാളും നമ്മളിലുള്ളവൻ വലിയവനാകുന്നു എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം പിശാചിനേക്കാളും വലിയവനും ശക്തനുമാകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾ ഒരു പിശാചിനെ കുറിച്ചുള്ള പേടി പിടിച്ചിട്ട് എല്ലാം ഒരു 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 ശത്രുവിനെതിരെ ഞാൻ ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നിലയിലേക്ക് ആയി പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനൊരിക്കലും ഓർക്കുന്നുണ്ട്, ഒരു ഇടത്ത് ചെന്നുമ്പം ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സഹോദരിക്ക് പെട്ടെന്ന് ചില ഇത് ഉണ്ടായി. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞത് പോരാട്ടമാണ് പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന്. എനിക്കപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങനെ പോരാട്ടമൊന്നും അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, ശരി പ്രാർത്ഥന കഴിയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു.
അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരിയുമായിട്ട് അല്പസമയം സഹോദരിമാരോടൊക്കെ ചേർന്ന് അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവരുടെ ഉള്ളിൽ ഒരു പൈശാചിക ബാധയല്ലാതെ പൈശാചികൻ ഉണ്ടെന്നുള്ള നിലയിൽ ഒരു സൈക്കോളജിക്കൽ ഫിയറിലേക്ക് അവർ പോവുകയും അതിൻ്റെ ഫലമായിട്ട് അവർ തന്നെ ചില കാര്യങ്ങൾ അഭിനയിച്ചുണ്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പം അവരുടെ പോരാട്ടവും പോയി എല്ലാം പോയി നോർമലായി തീർന്ന ഒരു അനുഭവം കാണാനായിട്ട് ഇടയായിരുന്നു. അപ്പം ആ നിലയിൽ ഒരു അതിന് പിശാച് ഫോബിയ എന്ന് പറയാൻ പറ്റുമോ? ഫോബിയ എന്ന് പറയുമ്പോൾ ഒരു പേടി എന്നാണല്ലോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളായി തീരാനായിട്ട് ഒരിക്കലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഈ പ്രത്യേകിച്ച് ഈ സ്പിരിച്വൽ വാർഫെയറിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ പിശാച് കൂടുതലും പ്രവർത്തിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റെങ്ങും പ്രവർത്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മളെ ഇന്ന് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാനസിക തലത്തിൽ, നമ്മുടെ ദേഹിയിൽ കർത്താവ് വിശുദ്ധീകരണത്തിൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനത്തിൻ്റെ ഇതര ഭാഗങ്ങളെ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, നമ്മുടെ ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരീരം കർത്താവിൻ്റെ വരവിങ്കൽ രൂപാന്തരപ്പെടും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നതായിട്ടുള്ള കാര്യം. അപ്പം നമ്മുടെ മനസ്സിലെ ചിന്തകളും നമ്മുടെ ആറ്റിറ്റ്യൂഡും ശരിയല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു പേടി എൻ്റെ മനസ്സിലിരിക്കുമ്പോൾ ഞാൻ ആ പേടി വെച്ചുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ നിശ്ചയമായിട്ട് ഞാനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നെങ്കിലും ആ പേടി എൻ്റെ വാക്കുകളിൽ നിഴലിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാവം, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ള ഒരു വിദ്വേഷമോ വൈരാഗ്യമോ വെച്ചോടെ ഞാൻ മിണ്ടുന്നെങ്കിലും അതിനോടൊരു പുലബന്ധം പോലും ഇല്ലാത്ത വ്യക്തിയോട് ഞാൻ ഇടപെടുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്തകളും എൻ്റെ ആറ്റിറ്റ്യൂഡും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ബാധിക്കും. അതുകൊണ്ട് പിശാച് പലപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മുടെ മാനസിക തലത്തിലാണെന്നും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് വചനത്തിന് അനുസാരമല്ലാത്ത പല ചിന്തകളും നമ്മുടെ ജോഷപ്പാസ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിട്ടിട്ട് ആ ചിന്തകൾ ഉപയോഗിച്ച് നമ്മളെ തകിടം മറിക്കാനാണ് പലപ്പോഴും പിശാച് ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ മാനസിക തലത്തിൽ ആ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം എത്ര കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ദേഹി ആത്മാവ് സമ്പൂർണ്ണമായി വിശുദ്ധിയിൽ കാക്കപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് തെസ്സലോനിക്ക എഴുതിയ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ നോക്കിയാട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. വളരെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും കാതലായ വശം, അതിനെപ്പറ്റി നമ്മൾ ഇന്നലെ ചിന്തിച്ചു. എന്നിട്ട് അവസാനം അത് പൗലോസ് പറഞ്ഞു, കാരണം എഫേസ്യ ലേഖനം മുഴുവൻ ക്രിസ്തുവിനെയും അവൻ്റെ സഭയെയും കുറിച്ച് ആകുന്നു പറയുന്നത്. അതുകൊണ്ട് പൗലോസ് അവിടെ പറയുകയാണ്, ഞാൻ ഈ പറയുന്നത് ക്രിസ്തുവിനെയും അവൻ്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് കുടുംബത്തെ പറ്റി പറഞ്ഞില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അത് മുഴുവൻ നമ്മൾ ക്രിസ്തുവിനെയും സഭയെയും വെച്ച് വ്യാഖ്യാനിക്കണം എന്നുമല്ല അതിൻ്റെ അർത്ഥം. കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഉദാത്തമായ ബന്ധം ക്രിസ്തുവിൽ അവൻ്റെ ശരീരവും തമ്മിലുള്ളതാണ്. അവൻ തങ്ങൾക്കായി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള സത്യം നമ്മളോട് പറയും. ഞാനൊരിക്കൽ എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇതിനെപ്പറ്റി വായിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പുസ്തകം ഞാൻ ആ പുസ്തകം ഒറ്റ ഇരുപ്പി വായിച്ച് ഞാൻ നിലവിളിച്ചു പോയത് ഐ മാരീഡ് യു എന്ന് പറയുന്ന വാൾട്ടർ ആൻഡ് ടോർബിഷ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ ആഫ്രിക്കയിൽ മിഷണറി ആയിട്ടിരുന്ന അതൊരു ദൈവദാസൻ എഴുതിയ പുസ്തകമായിരുന്നു. അത് വളരെ ഇതായിട്ട് അപ്പം അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഈ മർമ്മം വലിയതെന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും അത് സംഭവിച്ചു എന്ന് അദ്ദേഹം പറയുക. കാരണം തൻ്റെ സഭയെ നേടാനായിട്ട്, തൻ്റെ സഭയ്ക്ക് വേണ്ടി ക്രൂശിന്മേൽ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. താഴെ നിന്ന അപ്പനെ ഓൾറെഡി വിട്ടു, അമ്മയെ പറഞ്ഞ് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞ് അമ്മയെ യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചും കൊടുത്തു. അങ്ങനെ തൻ്റെ സഭയോട് പറ്റിച്ചേരാൻ വേണ്ടി അവൻ അപ്പനെയും അമ്മയും വിട്ട് സ്വർഗീയ പിതാവിനോടുള്ള ബന്ധവും വിട്ട് അവൻ തൻ്റെ സഭയോട് പറ്റിച്ചേർന്നു എന്ന് ഉള്ള ഒരു ഭാഗം അദ്ദേഹം എക്സ്പോസ് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ഓർമ്മ 28 വർഷം മുന്നേ ഞാൻ വായിച്ചത്, 27 വർഷം മുന്നേ വായിച്ചതാണ്. എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്ന ഒരു സംഭവമാണ്, കർത്താവെ എന്നെ സ്നേഹിക്കാൻ നീ ക്രൂശിന്മേൽ വെച്ച് എന്നെ പൂർണ്ണമായിട്ടും എന്നോട് ചേരുവാൻ വേണ്ടി കർത്താവെ നീ നിന്നെ തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള സ്നേഹം. അതേസമയം തന്നെ ഈ സ്നേഹം അവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ അൺകണ്ടീഷണലായിട്ടുള്ള ഇത് നിഴലിക്കാൻ വേണ്ടി.
നമുക്കറിയാമല്ലോ, കുടുംബത്തിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം ഞാൻ തന്നെ പലപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാല്ല, എൻ്റെ വീട്ടിലെ രഹസ്യങ്ങളെല്ലാം വിളിച്ചു പറയുമല്ല. എനിക്ക് ഏറ്റവും പലപ്പോഴും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് കുളിച്ചേച്ച് കൊണ്ടുവന്ന് തോർത്ത് കൊണ്ടുവന്ന് ബെഡേലിട്ടേക്കും. ഞാൻ ഒത്തിരി നാളായിട്ട് പറയുക, അതേ കുളിച്ചേച്ച് തോർത്ത് അവിടെ തൂക്കിയിട്ടേക്കട്ടെ. എന്നാൽ പോകുന്ന തിരക്കിലാണ് പലപ്പോഴും ഈ തോർത്ത് കൊണ്ടുവന്ന് അവിടെ ഇട്ടേക്കും. ഒരു വട്ടം പറഞ്ഞ്, 2 വട്ടം പറഞ്ഞ്, 3 വട്ടം പറഞ്ഞ് ഒരു കാര്യം രക്ഷയില്ല. അവസാനം ചൂടാകാൻ നോക്കുമ്പം പിന്നെ എന്നോട് ദൈവം നല്ല ബുദ്ധി ഉപദേശിച്ചു തന്നു, നീ ആ തോർത്തെടുത്ത് അങ്ങ് കൊണ്ട് വിരിച്ചത്, തീർന്നില്ലേ വിഷയം. അവരാ തിരക്കിൽ തോർത്ത് അവിടെ കൊണ്ട് ഇട്ടേച്ച് പോകുന്നതാണ്. അതുപോലെ ഓരോ ഇത് ഞാൻ പറയുമ്പം ഒത്തിരി പേര് ചിരിക്കും. കാരണം ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞാനിത് ഇവിടെ പറഞ്ഞപ്പം അവിടെ, അയ്യോ ബ്രദറെ, ഇത് ഇവിടുത്തെ സംഭവം ഇത് തന്നെയാണ്. സംഗതി ഡോക്ടർ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ്, ഇതൊക്കെ ശരിയാണ്. എന്നാൽ തന്നെയും എല്ലാ വ്യക്തികളിലും അടിസ്ഥാനപരമായിട്ട് അവർക്ക് മാറ്റാൻ കഴിയാത്തതോ ഓർക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള പല കാര്യങ്ങൾ കാണും. നമുക്കറിയാം, ആദ്യ കാലങ്ങളിലെ ആ സ്നേഹവും പിന്നെ അന്യോന്യമുള്ള അഫിനിറ്റിയും ഒക്കെ ഒന്ന് തീർന്നു കഴിയുമ്പം, ശാരീരികമായിട്ടുള്ള നിലയിൽ അത് തീർന്നു കഴിയുമ്പം മെല്ലെ 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 പരസ്പരമുള്ള കുറവുകൾ എന്നാണെന്നുള്ളത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ചതർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ചില സ്വഭാവങ്ങൾ, ചില രീതികൾ, ചില ജീവിതശൈലികൾ, ചില വർത്തമാനങ്ങൾ ഇഷ്ടമല്ലാതെ വരും. നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർത്ത് നമ്മൾ പലതും മാറ്റാൻ നമ്മൾ കടപ്പെട്ടവരാ എന്ന് മാത്രമല്ല, ഈ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ എന്നുള്ളത് സഭയെ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, അത് വീട്ടിലും കൂടെ ചെയ്യേണ്ട കാര്യമാണ്. ഭാര്യയുടെ അടുത്തും ഭവനത്തിലുള്ള വ്യക്തികളുടെ അടുത്തും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തേ അടങ്ങും. ഞാൻ കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സംസാരം കേട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ചെയ്യിച്ചിട്ടേ അടങ്ങുമെന്ന് ഉള്ള മട്ടിൽ ഞാൻ പലപ്പോഴും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നോട് തമ്പുരാൻ പറയും, നീ അതങ്ങ് ചെയ്തേരും മോനെ. ചെയ്യിച്ചിട്ടേ അടങ്ങുമെന്നാണെങ്കിൽ ചിലപ്പം അതിന് കൊടുക്കേണ്ട വിലയെന്ന് പറയുന്നത് ഒരുപക്ഷെ നിന്റെ കുടുംബജീവിതമായിരിക്കും, കുടുംബജീവിതത്തിലെ സമാധാനമായിരിക്കും. അതുകൊണ്ട് നീ അങ്ങ് ചെയ്തേരും, നീ അതങ്ങ് ചെയ്തേരും. അപ്പം നമുക്കറിയാമല്ലോ, മറ്റു പല ഇതുപോലുള്ള പല ഡിഫറൻസസ്. ഇപ്പം എന്നോട് പലരും പറയാറുണ്ട്, ഭാര്യ ഡോക്ടറാണല്ലോ, അതുകൊണ്ട് സാറിന് എന്തോ അസുഖം വന്നാലും വീട്ടിൽ തന്നെ മരുന്നുണ്ടല്ലോ. എന്നാൽ ആൾക്കാർ വിചാരിക്കുന്നതിന് നേരെ തിരിച്ചാ. നാട്ടുകാരുടെ മുഴുവൻ രോഗം ചികിത്സിക്കും, എന്നാൽ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ പലപ്പോഴും എന്ത് ചെയ്യത്തില്ല. അത് പണ്ട് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വൈദ്യൻ്റെ അമ്മ പിന്നെ പുഴുത്തേ ചാകുന്നത് എന്ന് പറഞ്ഞൊരു ചൊല്ല് ഞാൻ പലപ്പോഴത്തേക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും ഉള്ള അനുഭവം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പം നമ്മൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ പലതും, ഞാനത് 1-2 എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് രാവിലെ ഞാനത് എൻ്റെ മേത്തൊരു ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇത്ര ദിവസമായി ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരുന്നത് എന്ന് വെച്ചിട്ട് ഒന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഇത് ചെയ്യാനായിട്ട് പരസ്പരം ചർച്ച ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഇതുപോലുള്ള പല കാര്യങ്ങൾ വരുമ്പോഴും 2 ഭവനങ്ങളിൽ വളർന്ന് 2 വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ്. ഈ പ്രായോഗിക കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടി ഇരുത്തിയ കാര്യങ്ങൾ പറയുമെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഇന്നെന്നാൽ വളരെ കൗൺസിലേഴ്സും അങ്ങനെയുള്ള സെഷൻസും ഒക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സത്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്നെ കൊട്ടാരക്കര IPC ചർച്ചിലും ബെർഷേബ IPC ചർച്ചിലും ഒരിക്കൽ എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ അവസാനം പറഞ്ഞതാ, കർത്താവേ നിന്റെ ദാസൻ എല്ലാ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി എന്ന്. ആ പ്രാർത്ഥന ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. 10-15 വർഷം മുന്നെയാ. എന്നാൽ തന്നെ ഞാൻ ഇപ്പോഴും ആ പ്രാർത്ഥന ഓർക്കുന്നത്, നിന്റെ ദാസൻ എല്ലാ വീടുകളിലും കൂടെ കയറി ഇറങ്ങിപ്പോയി, അവിടുത്തെ പ്രശ്നം എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാനിടയായി തീർന്നപ്പം ഞാനും ഒന്ന് ചിരിച്ചുപോയി. കാരണം ഇത് സത്യമാണ്. നമ്മൾ ഈ ആത്മീയതയുടെ മുഖംമൂടി ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇത് പുറത്തറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിലെ അസമാധാനത്തെ കെടുത്തിക്കളയുന്ന കാര്യങ്ങളെ വിവേകപൂർവം, എന്തെങ്കിലും ഒരു കാര്യം നടന്നാലേ ഞാൻ ഇനി സ്നേഹിക്കൂ, ഞാൻ ഇനി പറയൂ എന്ന് പറഞ്ഞാൽ അവിടെ അത് ഒരു ദൈവികമായിട്ടുള്ളൊരു നിലപാടല്ല എന്നും നമ്മുടെ കടുംപിടുത്തം അവിടെ ഉപേക്ഷിക്കണമെന്നും ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ പരസ്പരം കീഴടങ്ങണമെന്നും. അല്ല, ഭാര്യയ്ക്ക് എങ്ങനെയാണ് കീഴടങ്ങുന്നത്? മലയാളികളുടെ സെറ്റപ്പ് വെച്ച് അത് ശരി, അവർക്ക് കീഴടങ്ങാൻ പറ്റൂ. എന്നാ പറഞ്ഞേക്കുന്നത് പരസ്പരം കീഴടങ്ങുക എന്നുള്ളത് സഭയെ മാത്രമല്ല കുടുംബത്തിനും കൂടെ നടക്കേണ്ട കാര്യം. ചിലപ്പോൾ പിള്ളേർക്കും വരെ കീഴടങ്ങേണ്ടി വരും എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് പലർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ പിള്ളേർ ശരിയാ പറയുന്നതെങ്കിൽ അത് സമ്മതിച്ചല്ലേ പറ്റൂ. അപ്പം ഈ ദിവസങ്ങളിൽ പിശാച് സമൂഹത്തെ തകർത്തോണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ എന്നുള്ളതും. എന്ന് മാത്രമല്ല, സഹോദരിമാർ കൂടുതൽ വൈകാരികമായിട്ട് ആ കാര്യങ്ങളെ കാണുന്നെന്നുള്ളതും
അതുകൊണ്ട് അവരെ ആ നിലയിൽ ഗൈഡ് ചെയ്തുകൊണ്ട് പോവുകയും അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കുകയും അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുകയും ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സഹോദരന്മാർക്കാണ് എന്ന് നമുക്ക് ദൈവവചനം അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ സിവിയറായിട്ട് കടന്നു പോകുന്ന പല കുടുംബ ബന്ധങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനും മറ്റനേകര് നമുക്കറിയാമല്ലോ, പല കുടുംബങ്ങളിൽ ചെല്ലുമ്പം കോളിംഗ് ബില്ല് അടിക്കുന്ന വരെ ആ വീട്ടിൽ ഭയങ്കര കച്ചറയായിരിക്കും. കോളിംഗ് ബെല്ല് അടിച്ച് വാതിൽ തുറന്നു വരുമ്പം അയ്യോ പാസ്റ്റർ എപ്പം വന്നു, എങ്ങനെ എന്തുകൊണ്ട് വിശേഷം എന്നും പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കൊരു ഒരു ഒരു കപട നാടകം അങ്ങോട്ട് കളിക്കും. നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെയും തിരിച്ചതും. എത്രയോ ഭവനങ്ങൾ ഇതുപോലുള്ള അനുഭവത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഇപ്പം പണ്ടൊന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലായിരുന്നു നമ്മുടെ ഇടയിൽ. അതായത് ഈ അപ്പോളജറ്റിക്സും അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള കൗൺസിലിങ്ങും ഒക്കെ വളരെ അധികമായിട്ട് വേണ്ടതാണ്. കാരണം പരസ്പരം മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത കുടുംബങ്ങൾ, കാരണം പെൺകുട്ടികളാണെങ്കിലും വീട്ടിൽ 1-2 പേരെ ഉള്ള വീടുകളിൽ നിന്നാണ് വരുന്നത്. ആൺപിള്ളേരാണേലും അതുപോലെ 1-2 പേര്. അവരുടെ കാര്യം നോക്കിയല്ലാതെ വേറൊരാളുടെ കാര്യം നോക്കി അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം എനിക്കത് ഇവിടെ ഇന്ത്യയിലുള്ളതിനേക്കാളും കൂടുതൽ US-ലൊക്കെ പുറം രാജ്യങ്ങളിലാണ് ഉള്ളത്. ഇന്ത്യയിലും അതിപ്പോൾ ഇഷ്ടം പോലുണ്ട്. അതുകൊണ്ട് ആ യഥാർത്ഥ സ്നേഹം പ്രായോഗികമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ഉദാഹരണമാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളൊന്നും അത്ര ആ ലെവൽ വരെ വളർന്നിട്ടുമില്ല, ആയിട്ടുമില്ല, കാണിക്കുന്നുമില്ല. എന്നാൽ കാണിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് വിസ്മരിക്കാതെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആ ഒരു സ്നേഹം, കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവിന് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം കുടുംബത്തിന്. കർത്താവിനും ശുശ്രൂഷയ്ക്കും ജീവിതത്തിൽ 1-ാം സ്ഥാനം. പണ്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് പറയാറുണ്ട് പലരോടും, ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും പാസ്റ്ററെ. അപ്പോൾ അവരോട് പറയുന്നത്, മോനെ ജീവിതത്തിൽ 2-ാം സ്ഥാനം പഠിത്തം, 2-ാമത്തെ സ്ഥാനം പഠിത്ത കാര്യത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ 3-ാമത്തെ സ്ഥാനം. 1-ാം സ്ഥാനം ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് സത്യമാണ്. എന്ന് പറഞ്ഞതുപോലെ കുടുംബ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം. ഞാൻ ഈ ക്ലബ് ഹൗസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂട്ടായ്മയിലെ മൂപ്പൻ കഴിഞ്ഞ ദിവസം എന്നെ ഉപദേശിച്ചു, പാസ്റ്ററെ എല്ലാവരും പ്രസംഗിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞൊന്നും അങ്ങനെ പോകണ്ട. 1-ാമത് കർത്താവ്, 2-ാമത് കുടുംബം. അല്ലാതെ രാത്രിയും പകലും എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ അതൊന്നും പറ്റത്തില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സഹോദര നിർവിശേഷമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നാനിടയായിട്ട്. കാരണം നമുക്ക് ഈ ക്ലബ് ഹൗസിൽ കയറിയവർക്ക് ക്ലബ് ഹൗസ് മാനിയാന്ന് പറയുന്നത് മാനിയാന്നോ എന്തെങ്കിലും പറയാമോ അതിന്? രാത്രിയിലൊക്കെ ഈ തർക്കങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, വാദപ്രതിവാദം കേട്ടോണ്ടിരിക്കുക, അതൊരു ഒരു ഒരു ഹരമായിട്ട് തീർന്നിട്ടുള്ള പല സഹോദരങ്ങളും ഉണ്ട്. ഒരു ക്ലബ്ബിൽ നിന്ന് ഒരു ക്ലബിലേക്ക് ചാടിപ്പോവുക, ഇതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാൽ നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി അനുസരിച്ച് ഈ കാര്യങ്ങളിൽ ഇടപെടാവൂ. എനിക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ, എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ലോഡ് എടുത്തിട്ട് വിഷമിക്കുന്നതിനേക്കാളും എനിക്ക് എത്ര ഇതിൽ ആക്റ്റീവ് ആകാൻ പറ്റും, ഏതിലൊക്കെ പോകാൻ പറ്റും, അത്രയും ഞാൻ ചെയ്യുക. അതിൽ കൂടുതൽ കമ്മിറ്റഡ് ആകാനായിട്ട് എനിക്ക് കഴിയത്തില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ക്ലബ് ഹൗസും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഞാനവിടെ പറഞ്ഞ് ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുക. 6-ാം അധ്യായത്തിൽ കാണുന്നത് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം. ഇതും സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു സെഷനല്ല, വളരെ ഇതാക്കിക്കൊണ്ടുവരാം. കാരണം തലമുറകളെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ എല്ലാ ദൈവഭക്തന്മാർക്കും പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യാൻ പോയിട്ടുണ്ട്. കൗൺസിലിങ്ങിന് പോകുന്നതിന് മുന്നേ എനിക്ക് 4 മക്കളുണ്ട്, 3 ആൺപിള്ളേരും ഒരു പെൺകുട്ടി. എൻ്റെ മോക്ക് ഇപ്പോൾ 20 വയസ്സായി, മൂത്തവന് 26 വയസ്സായി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലേ, ഞാൻ കടന്നുപോയ കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയങ്ങളാണ്. കാരണം ഇവരെ ആരെയും ഞാൻ നേരത്തെ പറഞ്ഞ് കെട്ടിയിട്ട് വളർത്താനൊന്നും പറ്റുകയില്ല. സ്വാതന്ത്ര്യം വേണം, കൂട്ടുകാർ വേണ്ടാന്ന് പറയാൻ പറ്റുകയില്ല. ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിൽ കൂട്ടുകാരും ആവശ്യമാണ്. അങ്ങനെ ഇരിക്കെ ചെയ്തവർക്ക് സ്വാതന്ത്ര്യവും കൊടുക്കണം, കൂട്ടുകാരും വേണം. ഇങ്ങനെയുള്ള ഒരു നിലവാരത്തിൽ അവരെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ട് വരാനും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും തക്കവണ്ണം ഉപദേശിച്ച് കൊണ്ടുവരുന്നത് എത്ര ശ്രമകരവും. ദൈവസന്നിധിയിൽ ലിറ്റർ കണക്കിന്, ബക്കറ്റ് കണക്കിന് ദൈവസന്നിധി ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ദൈവസന്നിധി ഞാൻ സാക്ഷ്യമായിട്ട് പറയാൻ ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുക. ഒരു പരിധിവരെ ഇവിടെ കൂടെ ഇരിക്കുന്ന ബിജോ ബ്രദറിന് അതൊക്കെ അറിയാം. കാരണം അതുപോലെ തകർന്നിട്ടുള്ള ഒരു അനുഭവമാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പ്രസവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് ഗലാത്യലേഖനം 4:19 വായിക്കും. സത്യത്തിൽ അത് തന്നെയാണ്.
കാരണം പൗലോസ് പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചു. പലരും അവൻ രക്ഷിതാവും കർത്താവുമായിട്ട് യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതോടെ അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. കർത്താവ് ഇന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 4 സാക്ഷിയൊക്കെ പറഞ്ഞ് ഇത്ര പേര് മുന്നോട്ട് വന്നു. എന്നാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വരുമ്പം ആ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തം കൂടുക ചെയ്യുന്നത്. കാരണം അവനിൽ ഇന്നും ക്രിസ്തു ഉരുവായിട്ടില്ല. എന്നാൽ സാങ്കേതികമായിട്ട് അവൻ വീണ്ടും ജനിച്ചു. ക്രിസ്തുവിന്റെ പൂർണ്ണത ഉള്ള സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ വന്നിട്ടില്ല. അതിലേക്ക് വളർത്തിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞതുപോലെയാ പ്രസവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഈ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുന്നേ ഈ കല്യാണത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകളാ മനസ്സിൽ വന്നിട്ടുള്ളത്. എന്നാൽ ആ ചിന്തകളും ആ ഫാസിനേഷൻസും അതുപോലുള്ള ഇതെല്ലാം പോയി ഈ റിയാലിറ്റിയിലേക്ക് വന്നപ്പം കർത്താവെ അത് വലിയൊരു കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് വലിയ രസമായിരുന്നു എന്ന് വിചാരിച്ചതോടുകൂടെ ഈ രസങ്ങളെല്ലാം പുറകിൽ ഒരു ഉത്തരവാദിത്വമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ പുറകിൽ കണ്ണുനീരിന്റെ കടലിൽ കൂടെ കടന്നു പോകുന്ന ചില അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് ഓർക്കുമ്പം ഹൃദയം ദൈവസന്നിധി കർത്താവെ, അതുകൊണ്ടാണ് ഈ രസമൊക്കെ തന്നത്. ശരി, അതുകൊണ്ടാണ് ഈ അട്രാക്ഷനൊക്കെ തന്നത് കർത്താവെ. എന്നാൽ അതിന് പുറകിൽ സംഭവിക്കുന്ന ഹൃദയ തകർച്ച ഞാൻ ഓർക്കാറുണ്ട്. മറിയയോട് പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ കൂടെയും ഒരു വാള് കിടക്കും, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കിടക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് വാള് കടന്നിട്ടുള്ള ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ കർത്താവിൻ്റെ കൃപയിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യുവഭക്തന്മാരാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ കൂടെ ചില വാളുകളൊക്കെ കടന്നിട്ടുണ്ട് എന്ന് ഞാൻ ദൈവസന്നിധി വിചാരിക്കുക. കാരണം അത് ഒരു റിയാലിറ്റിയാണ്. നമുക്കറിയാമല്ലോ, അത് വിശ്വാസികളാകട്ടെ വിശ്വാസികളല്ലാത്ത ഭവനങ്ങളിലാകട്ടെ ഒരു അഡോളസൻ്റ് ഏജിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുമ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ 10-12 വയസ്സും 15 വയസ്സാകാനൊന്നും കാത്തിരിക്കണ്ട. അതിനു മുന്നേ തന്നെ പല സംഗതികൾ അവരുടെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. കാരണം പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബമായിട്ടിരുന്നിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ നിന്നല്ല പലരും ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ പലരും ഈ കുടുംബകാര്യങ്ങളും അതുപോലെ കുഞ്ഞുങ്ങൾ ഒരു അഡോളസൻ്റ് ഏജിലേക്ക് കടക്കുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള പല ഇൻഫർമേഷൻസും നമ്മൾ സത്യത്തിൽ പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് അത് അവർക്ക് കിട്ടാതെ കൂടുതലും അവർ ഗ്രഹിക്കാനിടയായിത്തീരുന്നത് കൂട്ടുകാരുടെ അടുത്തുനിന്നും കൂട്ടുകാരിൽ നിന്നുള്ള നിറം പിടിപ്പിച്ച കഥകളും അവർ വലിയവരെ കുറിച്ച് ഒരുപക്ഷെ റിബിലിയസ് ആയിട്ടൊരു പയ്യനുണ്ട് ആ കൂട്ടത്തിൽ, എടാ അപ്പനെ ഒന്നും പറയുന്ന കേൾക്കുകയൊന്നും വേണ്ട, അതൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത് കാണിക്കുന്നതേ ഉള്ളൂ, അവന്മാരൊക്കെ നമ്മളെ ഇതാക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്നത്, നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പം ഒരു 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 നിസ്വാർത്ഥതയും ഒരു എന്താ പറയുന്നേ ഒരു 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 ഇൻക്ലിനേഷനും ഇല്ലാത്തൊരു പയ്യനും ഹൃദയത്തിൽ തോന്നുന്നത് ഇതേ ചിന്തയാണ്. അപ്പനോ അമ്മയോ ദൈവവചനമോ പറയുന്ന കാര്യങ്ങളെക്കാളും ആ ഏജിലുള്ള കുഞ്ഞുങ്ങൾ കൂട്ടുകാരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ കൂട്ടുകാരൻ ആരാ അറിഞ്ഞാൽ അവൻ്റെ സ്വഭാവം ഏകദേശം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അനേക വർഷങ്ങൾ ഈ കുട്ടികളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, വേല ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, ഒത്തിരി കുഞ്ഞുങ്ങളുടെ കണ്ണുനീരും ഒത്തിരി മാതാപിതാക്കളുടെ കണ്ണുനീരും കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തകർന്ന ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയാൽ ഏറ്റവും തകർച്ചയുടെ അടിത്തട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഉയർന്നു വരാനും അവർ നല്ല നിലയിൽ എത്തിച്ചേരുന്നതും എൻ്റെ ജീവിതത്തിൽ കാണാനിടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും കുറ്റബോധം കൊണ്ട് നമ്മൾ മുന്നിൽ പോയി നിൽക്കുമ്പോൾ തലയൊന്ന് ഉയർത്തി നമ്മളെ നോക്കാൻ പോലും കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൗൺസിലിംഗ് നടത്താനും ഒക്കെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവരൊക്കെ അവരുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അതുപോലെ ദൈവം അവരെ രൂപാന്തരപ്പെടുത്തി അവരെ ആക്കി തീർത്ത ഓരോരോ അനുഭവം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് കേവലം കുറച്ച് കളിപ്പാട്ടവും കുറച്ച് സീറ്റ്സും കുറച്ച് ഭക്ഷണത്തിനും പിന്നെ അവർ ചോദിക്കുന്ന മുറയ്ക്ക് പോക്കറ്റ് മണിയും കൊടുക്കുന്നത് മാത്രമാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുക, അവർക്ക് ഏറ്റവും അഭിലഷണീയം, അവരെ ഏറ്റവും ആഗ്രഹിക്കുന്നത് അവരെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടായ്മയാണ്, ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ്. അതിനോട് ചേർന്ന് ആ മക്കളോടുള്ള കമ്മ്യൂണിക്കേഷനും ആ കൂട്ടായ്മയും ഒരിക്കലും തകരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ഞാൻ ജനിച്ചു വളർന്ന തലമുറ വേറെയാണ്. എൻ്റെ അച്ഛൻ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു നിധിയായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. കാരണം അത് 1-2 വട്ടമേ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അതാ അതിൻ്റെ കാരണം. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല. എൻ്റെ മക്കളെ മിക്കവാറും ചിലപ്പം ഉറങ്ങി എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ ഓരോ ഉമ്മ കൊടുത്തിട്ടാണ് അവർ എഴുന്നേൽപ്പിക്കുന്നത്. എഴുന്നേക്കട ചാടടാ എന്ന് പറയുമല്ല, ഒരു ഉമ്മ കൊടുത്ത് മക്കളെ എഴുന്നേറ്റ് വാ, പ്രാർത്ഥിക്കാൻ സമയമായി. അപ്പം ഇത് കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ തന്നെയും ഈ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇന്ന് അവർ പ്രായമായിരിക്കുമ്പോഴും ഓരോരുത്തരോടും ഒരു ഇച്ചിരി സമയം, 2 പേര് എൻ്റെ അടുത്തില്ല, ദൂരെ ആണ്, ഒരാൾ വിദേശത്താണ്, ഒരാൾ എൻ്റെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, 2 മക്കൾ മാത്രമേ ഉള്ളൂ, ഒരാൾ വിദേശത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യം. എങ്ങനെയൊക്കെ ആണെങ്കിലും
അവരുമായിട്ട് ഞാൻ ഒരു ദിവസം സംസാരിച്ചു, കൂട്ടായ്മ പുലർത്തി, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, വിശ്വാസപരമായ കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞു എന്ന് ഞാൻ മിക്കപ്പോഴും ഉറപ്പ് വരുത്താറുണ്ട്. അവർ പൂർണ്ണതയിലാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഉറപ്പായിട്ട് അങ്ങനെ പറയാനായിട്ട് കഴിയത്തില്ല. അവരുടെ ഭാഗത്ത് പല വീഴ്ചകളും കുറവുകളും ഒക്കെ ഉണ്ട്. അവർ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇനിയും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെ നോർമലായിട്ടുള്ള നിലയിൽ കൂട്ടായ്മയ്ക്ക് വരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമക്കളുമായിട്ട് അവർ കൂട്ടായ്മ പുലർത്തുന്നു. ഈ നിലയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ ഇതൊരു വലിയൊരു പ്രോജക്റ്റാക്കി വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സംഗതിയാണ് ഞാൻ ഈ പറയാം. വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവെ, അവരെ ജനിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ജനിപ്പിച്ചതിനേക്കാളും വലിയ പ്രസവവേദനയാ ഇനി അനുഭവിക്കാനുള്ള പ്രസവവേദന. പ്രസവിച്ചത് കൊണ്ട് അത് 24 മണിക്കൂറുള്ളിൽ ആ പ്രസവവേദന തീർന്നെങ്കിൽ ഈ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസവവേദനയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ താങ്കളൊരു രക്ഷിതാവല്ല എന്ന് പറയേണ്ടി വരും. താങ്കളൊരു മാതാവല്ല, താങ്കളൊരു പിതാവല്ല എന്ന് പറയേണ്ടി വരും. കാരണം കർത്താവെ, അവനെ നീ തൊടണമേ, അവനെ രക്ഷിക്കുക, അവന് നിന്റെ സ്നേഹം മനസ്സിലാകണമേ എന്നുള്ള നിലയിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏതൊക്കെ പോസിബിൾ സോഴ്സസിൽ കൂടെ അവന് വചനം കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും കഴിവിൻ്റെ പരമാവധി നമ്മൾ അവരോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ഭവനത്തിൽ ഈ പറയുന്ന പോലെ അഡോളസെൻ്റ് ഏജിൽ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങളോ എടുത്തുചാട്ടങ്ങളോ കാണിക്കാത്ത കുഞ്ഞുങ്ങളില്ലാതെ അവരുടെ ഒരു 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 എന്താ പറയുന്നത്, അവരൊരു ചാഞ്ചാടി നിൽക്കുന്ന ഒരു പ്രായമാണ്. അതേസമയം തന്നെ അറിയാം, ഒരു 10-20 വയസ്സ് 22 വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് സ്റ്റേബിളായി. ഇന്ന് ഏറ്റവും കുസൃതി കാണിച്ച മകനെ എന്നെ കയറി ഉപദേശിക്കുന്നത്. കാരണം അവൻ സ്റ്റേബിളായിട്ട് എന്നോടാ ഇപ്പോൾ പറയുന്നത്. അപ്പം അങ്ങനൊന്നും അല്ല, ഇങ്ങനെയാണെന്ന് ഇപ്പം അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എങ്ങനെ ഇരുന്നവനാ ഇപ്പം അവൻ എന്നെ ഉപദേശിക്കാനായിട്ട് നടക്കുക. അപ്പം ഈ നിലയിൽ ദൈവത്തിന് രൂപാന്തരം. ഞാൻ ചില അവസരങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് തീരെ സമാധാനമില്ലാതെ വളരെ ഭ്രാന്തമായ നിലയിലുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഭവനത്തിലുണ്ടായിട്ട്, കോപത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഒക്കെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ മറ്റു ചില സംഗതികളൊക്കെ ഉണ്ടായിട്ട് വീടിൻ്റെ മീതേലത്തെ ടെറസിൽ കയറിയെന്ന് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് ലിറ്ററലായിട്ട് കരഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ തികച്ച് ശാന്തനായിരിക്കുന്ന മകനെ എനിക്ക് കാണാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര, ഞാൻ ചിലപ്പോൾ ആലോചിച്ചു, കർത്താവ് ഈ ടെറസിൻ്റെ മീതെ വല്ല അത്ഭുതമുണ്ടോ? എനിക്കത് മനസ്സിലാവത്തില്ല. എന്നാൽ പലപ്പോഴും എനിക്ക് ഉത്തരം മുട്ടുമ്പോൾ എനിക്കൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ടെറസിൻ്റെ മീതെ കയറിപ്പോയി അവിടെ നിന്ന് ഈ മകന് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി കരഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ തികച്ചും ശാന്തനായ ഒരു മകനെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നും. കർത്താവ്, നിമിഷങ്ങൾ കൊണ്ട് നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമോ? സെക്കൻഡുകളോട് നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമോ? നിശ്ചയമായിട്ടും ദൈവം ചില സമയങ്ങളിൽ സെക്കൻഡുകൾ കൊണ്ട് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയുന്നത് മക്കളെ കോപിപ്പിക്കാതെ എന്ന് പറയുക. മക്കൾ എപ്പോഴാണ് കോപിച്ചു പോകുന്നത്? നമുക്കറിയാം, ഈ യങ് ഏജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആത്മാർത്ഥതയുള്ളതും സത്യസന്ധതയുള്ളതുമായിട്ടുള്ള കാര്യം. എൻ്റെ മക്കൾ തന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കി പറയുന്ന ചിലപ്പം അപ്പാ ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞു, അത് ശരിയല്ല. അല്ലെങ്കിൽ എൻ്റെ മകളാണ് ചിലപ്പോൾ എന്നോട് വാദിക്കുന്നത്, അപ്പ ആ പറഞ്ഞത് ശരിയായില്ല, അത് വിമൻസ് റൈറ്റിനെതിരെയാണ് അപ്പ പറയുന്നത്. ശരി, അപ്പം ഇതൊക്കെ നമ്മുടെ മക്കളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചില കടുത്തു മുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരാ നമുക്ക് പറഞ്ഞു തരുമ്പോൾ മോളെ ശരിയാ, എൻ്റെ മോള് പറഞ്ഞത് ശരിയാ, അപ്പയ്ക്ക് അത്ര റൈറ്റ് ഇതൊന്നും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല, എൻ്റെ മോള് ക്ഷമിക്ക്. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് ശിക്ഷിച്ച് കൂടിപ്പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ശിക്ഷിച്ചത് കൂടിപ്പോയിട്ടുണ്ട്. എൻ്റെ മൂത്ത മക്കളെയൊക്കെ ഇളയ മക്കൾക്ക് അടിയൊന്നും അതിങ്ങനെ കൊണ്ടിട്ടില്ല, മൂത്ത മക്കൾക്ക് കൊണ്ടിട്ട്. കാരണം വചനത്തിലെ ചില വാക്യങ്ങൾ വായിക്കും പൊട്ടിപ്പോകത്തക്കവണ്ണമുള്ള അടിയും, ഇത് ബാലൻ്റെ കുടലിൽ നിന്ന് ദോഷത്തെ വാരിക്കളയുന്നു എന്നുള്ള വെളിപ്പാടൊക്കെ അന്ന് കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ചൊക്കെ രണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ പൊട്ടിച്ച മക്കളാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതാ അതിൻ്റെ വലിയൊരു മറ്റവർക്ക് ഇച്ചിരി നിർവികാരതയാണ് നമ്മളോടൊക്കെ തോന്നുന്നത്. എന്നാൽ ഈ പൊട്ടിച്ച മക്കളുടെ സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അറിയാം, പൊട്ടിക്കലിനെ ഒന്നും ഇതാക്കുന്നതല്ല. മോഡേൺ ഫിലോസഫി അനുസരിച്ച് കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ തന്നെ വചനത്തിലെ ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നത് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ തല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ട കാര്യം എനിക്കറിയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ന്യൂയോർക്കിൽ തന്നെ ഉള്ള ഒരാളാണ്. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരും. കാരണം പിള്ളേരെ തല്ലാൻ പാടില്ലാത്ത ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ചില സമയങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ശിക്ഷ കൂടിപ്പോയിട്ട് മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മോനെ അപ്പായോട് ക്ഷമിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ഒരു പിതാവായ എനിക്ക് തെറ്റുപറ്റത്തില്ല, നിങ്ങൾക്കേ തെറ്റുപറ്റുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ പുലർത്തുമ്പം പലപ്പോഴും പിള്ളേർ കോപിച്ചു പോകും.
നമ്മളൊരു ഹിപ്പോക്രൈറ്റായിട്ട് എണ്ണും. കണ്ടില്ലേ, നഗ്നമായ തെറ്റ് ചെയ്തതിന് ശേഷം തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇയാളാണോ പാസ്റ്റർ, അല്ലെങ്കിൽ ഇയാളാണോ സുവിശേഷകൻ? അപ്പം നമ്മളോട് മാത്രമല്ല, നമ്മൾ പറയുന്ന സുവിശേഷത്തോട് പോലും ഒരു അവേർഷൻ അവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കുറവുണ്ടാകുമ്പോൾ കുറവാണെന്ന് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരാ അത് ഏറ്റു പറയുന്നത്? അല്ലെങ്കിൽ ഒരു സോറി പറയാൻ അവൻ്റെ വീട്ടിലൊരു മാതൃക അവൻ കണ്ടില്ലെങ്കിൽ വേറെ എവിടുന്ന് അവനൊരു മാതൃക കാണുന്നത്? നമ്മളെപ്പോലെ ദുരഭിമാനിയായിട്ട് അവനും വളരും. ശ്രേഷ്ഠന്മാരായിട്ട് ഒത്തിരി ദൈവദാസന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞു. ഇന്ന് രാവിലെ സമയം വളരെ മുന്നോട്ട് പോയി, ഞാൻ നിർത്തട്ടെ. തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു യജമാനനും മക്കളെ കോപിപ്പിക്കാതെ എന്നുള്ളതിൽ മറ്റു പലതും ഷെയർ ചെയ്യാനായിട്ടുണ്ട്. തുടർന്ന് ദൈവദാസന്മാരെ ഷെയർ ചെയ്യട്ടെ. ഒരു യജമാനനും ഒരു മാസ്റ്ററും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് വേണ്ടത്? ഞാൻ ഒരു 10-25 ജോലിക്കാരെ വെച്ച് ഇടക്കാലത്ത് ഒരു വ്യവസായം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വ്യവസായം, അദ്ദേഹം വിദേശത്തേക്ക് പോയപ്പം കുറച്ച് നാൾ നോക്കേണ്ടി വന്നു. അതിലൂടെ ഒത്തിരി വലിയ പാഠങ്ങൾ പഠിച്ചു. എന്നാലും ഞാനൊരു കാര്യം ഏറ്റു പറയുക, ഒരു 10 പേരുള്ള സഭ നടത്തുന്ന അത്രയും പ്രയാസമൊന്നുമില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പ് സ്കില്ല് വേണ്ട സ്ഥലമാണ് നമ്മുടെ കൊച്ചു കൊച്ചു സഭകൾ. അവിടെ ഇല്ലാത്ത പ്രശ്നവും അവിടെ അപ്ലൈ ചെയ്യാത്ത പേഴ്സണൽ മാനേജ്മെൻറ്റ് സ്കിൽസും ഒന്നും വേറെങ്ങും നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. ഒരു 10 പേരുടെ സഭയെ നന്നായിട്ട് കൊണ്ടുപോകാൻ പഠിച്ച വ്യക്തി വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് സ്കിൽഫുള്ളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ നമ്മുടെ. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ പാമ്പ് വേലായുധൻ പാമ്പ് കൂട്ടി കിടന്നിട്ട് ഇതിൽ കടി കൊള്ളാതെ കിടക്കുന്ന പോലെ ചില സമയത്ത് കിടക്കുന്നു. കാരണം സ്നേഹിക്കുകയും വേണം, കരുതുകയും വേണം, എല്ലാം ചെയ്യണം. അതേസമയം നമ്മളെ തന്നെ സൂക്ഷിക്കുകയും വേണം. ഇതൊരു വലിയൊരു വിഷയമാണ് എന്ന് പറഞ്ഞ പോലെ. അതിനുശേഷമാണ് ഞാൻ ഈ കുറച്ച് ജോലിക്കാരുള്ള ഒരു സംരംഭം കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അപ്പം നമുക്കറിയാം, എപ്പോഴും എത്ര സ്നേഹിച്ചാലും പലപ്പോഴും പല ജോലിക്കാരും യജമാനനെ സ്നേഹിക്കുകയില്ല. ആ ഒരു താലന്ത് കിട്ടിയവനെ പോലുള്ള അഭിപ്രായമേ നമ്മളെക്കുറിച്ച് പറയുകയുള്ളൂ. കണ്ടില്ലേ, വിതറത്തടുത്തുനിന്ന് ചേർക്കുകയും വിതയ്ക്കാത്തടുത്ത് കൊയ്യുകയും ചെയ്യുന്ന ദുഷ്ടദാസൻ എന്നുള്ള ഇമ്പ്രഷനാ. എന്തൊക്കെ ചെയ്താലും പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി കൊടുത്താലും അവരൊക്കെ പറയൂ എന്നുള്ളത് ഞാൻ യാഥാർത്ഥ്യമായിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്. എന്നാൽ തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ക്രിസ്തു വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനമാ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ഇവിടെ മാത്രമല്ല, പത്രോസ്ലിയായുടെ ലേഖനം, കൊളോസി ലേഖനം, പല ഭാഗത്ത് ഇതേ പ്രായോഗിക കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തു ആ ബന്ധത്തിൽ വന്നു കഴിയുമ്പം യജമാനൻ എന്നുള്ള ആ നിലയിലല്ല, ആ ക്രിസ്തുവിൽ സഹോദരനായിട്ട് തീരുകയും ദാസൻ എന്നുള്ള നിലയിലല്ല, ആ ക്രിസ്തുവിലൊരു സഹോദരനായിട്ട് തീരുകയും ചെയ്യുമ്പം ഉണ്ടാകുന്ന വ്യത്യാസം വലിയ സാമൂഹ്യ വ്യത്യാസം ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസം ചെയ്തത് ഈ സാമൂഹ്യമായ വിപ്ലവം മുകളിൽ നിന്ന് താഴത്തേക്ക്, ഇലച്ചിലിൽ നിന്ന് വേരിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. എന്നാൽ ക്രിസ്തു പറഞ്ഞത് വേരിൽ നിന്ന് ഇലച്ചിലേക്കാണ് പോകുന്നത്. കാരണം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ട് അങ്ങനെ സമൂഹം നന്നാവുന്ന ഒരു കാഴ്ചപ്പാടാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിനും വളരെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം പത്രോസ് പറയുമ്പോൾ പോലും ഭാര്യമാരെ നിങ്ങളുടെ നല്ല നടപ്പിനെ കണ്ടറിഞ്ഞ് അവിശ്വാസിയായ ഭർത്താവ് ചേർന്ന് വരേണ്ടതിന്. അപ്പം നമ്മുടെ ജീവിതശൈലിയും നമ്മൾ രൂപാന്തരപ്പെട്ടവരാണെന്നുള്ളൊരു സത്യം വേറൊരു വ്യക്തിയെ സ്പർശിക്കാനും അവനെ രൂപാന്തരപ്പെടുത്താനും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഗതിയാണ്. കർത്താവ് വിഭാവനം ചെയ്യുന്നതും അങ്ങനെ തന്നെ. വചനം കൂടാതെ ചേർന്ന് വരുവാൻ ഇടയായിത്തീരും എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഭാഗവാക്ക് പത്രോസ്ലിയ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ യജമാനന്മാരെ, ദാസന്മാരെ എന്നൊക്കെ പറയുമ്പം ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം ഇന്ന് വരെ ആർക്കും വിഭാവനം ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വ്യതിയാനവും സന്തോഷവും വരാനും. ഒരിടത്ത് പറയുന്നുണ്ട്, യജമാനൻ വിശ്വാസിയാണെന്ന് വെച്ച് നീ അവനെ അലക്ഷ്യമാക്കരുത്. അതുപോലെ ദാസനോട് പറയുന്നുണ്ട്, നിന്റെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ അവനോടും ചില ഫ്രീഡത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയും. നമുക്കറിയാം, പഴയ നിയമം വായിക്കുമ്പം തന്നെ സത്യത്തിൽ ഇസ്രായേലിലുള്ള ഒരു ദാസനാകാനായിട്ട് ആരും ആഗ്രഹിച്ചു പോകും. അതുപോലുള്ള ടേംസ് ഒക്കെ അവിടെ പറഞ്ഞേക്കുന്നത്. 7 വർഷമേ 6 വർഷമേ സേവിക്കുക, 7ാമത്തെ വർഷം അവനെ സ്വതന്ത്രനാക്കണം. ഇതുപോലൊക്കെയുള്ള പല സംഗതികൾ നമുക്ക് അവിടെ കാണാം. അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഗവൺമെന്റ് ഉദ്യോഗത്തിനേക്കാളും നല്ലതായിട്ടായിരിക്കും പലപ്പോഴും ഈ ദാസത്തെ കുറിച്ച് വായിച്ചിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ പറഞ്ഞേക്കുന്നത് 6 വർഷം സേവിച്ചവന് പിന്നെയും സേവിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവന് ചെവി തുളച്ച് അവനൊരു ബോൺ സ്ലേവായിട്ട് തീരാം. പൗലോസ് ഇതേ എഫേസ്യർ ലേഖനത്തിൽ പല പ്രാവശ്യം കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിൽ ബദ്ധനായിരിക്കുന്നു. ഈ ബദ്ധനായിരിക്കുന്ന കാര്യം വളരെ എടുത്തു പറയുന്നുണ്ട്. കാരണം സ്നേഹത്തിലുള്ള ഒരു ബോണ്ടേജ് അവിടെ. ഈ യജമാനനെ ഞാൻ വിട്ടുപോകുന്നില്ല,
ഈ യജമാനന്റെ ദാസനായിരുന്നാൽ മതി. പൗലോസ് പറയുന്നു, ഈ ക്രിസ്തുവൻ യജമാനൻ അവന്റെ ബോൺ സ്ലേവാ ഞാൻ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വ്യക്തികൾ തമ്മിൽ വരുമ്പം ഈ അടിമ ഉടമ യജമാനൻ ദാസൻ ഇതൊക്കെ മാറിപ്പോയിട്ട് പുതിയൊരു തലത്തിലേക്ക് ആ ബന്ധം പ്രവേശിക്കാനായിട്ട് ഇടയായിട്ട് തീരും എന്ന് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, അവിശ്വാസികളായിട്ടുള്ള യജമാനന്മാരാണെങ്കിൽ തന്നെയും അവരെ ഇനിയും തൊട്ട് ദൃഷ്ടിസേവകളാലല്ല. ഞാൻ ഒത്തിരി അതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. പല ജോലിക്കാരും ഞാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എടുത്തു ചാടി എന്തൊക്കെ ചെയ്യുന്നതായിട്ട് ഭാവിക്കും. പോയി കഴിയുമ്പോൾ പിന്നെയും കയറി അവിടെ കുത്തി. ഇതൊക്കെ കാണാനിടയായി തീർന്നു. എന്നാൽ യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞും കൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുകയും. എനിക്ക് തോന്നുന്നത് ആവേശം മൂത്തിട്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞു എന്നെനിക്കറിയാം. ഇനിയും പറയാനായിട്ട്, കാരണം കൊയ്യുന്ന സമയത്തും കുറച്ച് കറ്റ ഇട്ടേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു കറ്റ ഇടുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കർത്താവ് തന്ന വെളിപ്പാട് പോലെ ദൈവഭക്തന്മാർ ഷെയർ ചെയ്താണ്. സ്തോത്രം.